വഴിക്കടവിലുണ്ടായത് ഇറച്ചിക്കായി പന്നിയെ വേട്ടയാടിയതിനിടെ ഒരു കുരുന്നു ജീവൻ നഷ്ടമായ ക്രിമിനൽ കുറ്റകൃത്യമാണ്. പന്നിക്കണിയിൽപ്പെട്ട് 15 വയസ്സുള്ളൊരു കുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഹൃദയഭേദകമാണത്. ഒരു കുടുംബത്തിൻ്റെ ജീവിത പ്രതീക്ഷകളെ മുഴുവൻ ചിതറിച്ചു കളഞ്ഞ ഈ കുറ്റകൃത്യത്തെ ഏറ്റവും ഗൗരവമായി തന്നെ ഭരണ സംവിധാനവും പോലീസും കാണണം. പക്ഷേ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിൽ ഇടപെടുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ മലയോര ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നത്തെ വേറെ തന്നെ കാണേണ്ടതുണ്ട്. ഈ ഹൃദയഭേദകമായ സംഭവത്തെ മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല എന്നാണ് RDXന്റെ അഭിപ്രായം. കാടതിരുകളിലെ വൈദ്യുത ലൈനുകൾ പൂർണ്ണമായും ഇൻസുലേറ്റഡ് കേബിളുകൾ വഴിയാക്കുന്നതടക്കം കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിഗണിക്കണം. ഒരു കുരുന്നു ജീവൻ ഇவ்விധം പൊലിഞ്ഞുപോയതിനെ ഉപതെരഞ്ഞെടുപ്പ് വിഷയമാക്കി രാഷ്ട്രീയവൽക്കരിക്കുന്നത് തെറ്റാണ്. വനമന്ത്രിയുടെ അതിരുകടന്ന പ്രസ്താവനയും അതേ അളവിൽ തെറ്റ് തന്നെ. വരും ദിവസങ്ങളിൽ ഈ വിഷയം ഈ വിധം രാഷ്ട്രീയ വിഷയമായി മാറാതിരിക്കട്ടെ എന്നാണ് RDX ആശിക്കുന്നത്. അപ്പോഴും വനമേഖലയിലും മലയോര മേഖലയിലും മാത്രമല്ല, അങ്ങ് കുട്ടനാട്ടിൽ പോലും എത്തി നിൽക്കുന്ന വന്യജീവി ഭീഷണിയും നമുക്ക് അവഗണിക്കാനാവുകയില്ല. ഇവിടെ പക്ഷേ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു പന്നി വേട്ടക്കാരൻ്റെ കുറ്റകൃത്യമാണത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണണം. ഈ വിഷയം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ചർച്ചയാവുക തന്നെ വേണമെന്നും RDX കരുതുന്നു.